CPMന്റെ ഉയർന്ന ഭാരവാഹികളും കേസിലെ പ്രതികളായി മാറിയതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമാകുന്നത്. ആദ്യ വിവാദം CPM ജില്ലാ സെക്രട്ടറി അംഗം P. മോഹനന്റെ അറസ്റ്റോടെയാണ്. കൊയിലാണ്ടിയിൽ വെച്ച് നാടകീയമായാണ് ഡിവൈഎസ്പി AP ഷൗക്കത്ത് അലി P. മോഹനെ കസ്റ്റഡിയിലെടുക്കുന്നത്. കാറിൽ പോവുകയായിരുന്ന P. മോഹനെ തടഞ്ഞു നിർത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇതോടെ പാർട്ടി പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. TP വധക്കേസിലെ പ്രതികൾക്ക് ജയിലിൽ VIP പരിഗണന ലഭിക്കുന്നുവെന്നതിന് നിരവധി സംഭവങ്ങൾ തെളിവായി. കേസിൽ പ്രതിയായ കുഞ്ഞനന്ദന് കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരുന്ന വഴി പാർട്ടി നേതാക്കളെ കാണാൻ അനുവാദം നൽകിയെന്നതായിരുന്നു ആദ്യത്തേത്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി ഫയാസ് അറബി വേഷത്തിൽ ജയിലിലെത്തി P. മോഹൻ ഉൾപ്പെടെയുള്ളവരെ സന്ദർശിച്ചു. 14-ാം പ്രതി P. മോഹനും ഭാര്യ KK ലതിക MLAയ്ക്കും കൂടിക്കാഴ്ചയ്ക്ക് സ്വകാര്യ ഹോട്ടലിൽ പോലീസ് അനുവാദം നൽകിയതും വൻ വിവാദമായി. മീഡിയ വൺ പുറത്തുവിട്ട ഈ വാർത്തയെ തുടർന്ന് 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. ഇതിനും ശേഷമാണ് ജയിലിൽ പ്രതികൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിന്റെ രേഖകൾ മീഡിയ വൺ പുറത്തുവിട്ടത്. സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇതേ തുടർന്ന് അന്നത്തെ ജയിൽ DGP അലക്സാണ്ടർ ജേക്കബിന് സ്ഥാനചലനം സംഭവിച്ചു. ഈ സംഭവത്തെ തുടർന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരെയും വിമർശനമുയർന്നു. മീഡിയ വൺ, കോഴിക്കോട്.